നമസ്കാരം. ഈ വാർത്താ ദിനത്തിലെ സമഗ്ര വാർത്തകളുമായി വാർത്താ സന്ധ്യ ആരംഭിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും വാർത്താ സന്ധ്യയിലേക്ക് സ്വാഗതം. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകൾ മനുഷ്യക്കടത്ത് നടത്തിയെന്ന ബജ്രംഗ് ദൾ വാദം തള്ളി പെൺകുട്ടിയുടെ അമ്മ. മകളെ കന്യാസ്ത്രീകൾക്കൊപ്പം ജോലിക്ക് വിട്ടത് സമ്മതപ്രകാരമെന്ന് പെൺകുട്ടികളിൽ ഒരാളുടെ അമ്മ 24-നോട് പറഞ്ഞു. മോചനത്തിന് രാജീവ് ചന്ദ്രശേഖർ എത്തിയത് തെറ്റെന്ന് കന്യാസ്ത്രീകളെ അധിക്ഷേപിച്ച ബജ്രംഗ് ദൾ പ്രാദേശിക നേതാവ് ജ്യോതി ശർമ്മയും പ്രതികരിച്ചു. മകളെ കന്യാസ്ത്രീകൾക്കൊപ്പം ജോലിക്ക് വിട്ടത് സമ്മതത്തോടെയെന്ന് പെൺകുട്ടികളിൽ ഒരാളായ കമലേശ്വരി പ്രധാന്റെ അമ്മ ബുദിയ പ്രധാൻ 24-നോട് പറഞ്ഞു. കന്യാസ്ത്രീകളെ നേരത്തെ അറിയാം. കടം വീട്ടാനാണ് മകളെ ജോലിക്ക് വിട്ടതെന്നും അമ്മ. मैं खुद भेजे हूँ लड़की ला जा बेटी मोला पैसा के व्यवस्था है. पूरा घर में लोन पैसा है? हाँ लोन पैसा है. लोन कितना लोन है? 1.5 लाख है. प्रेरणा के साथ धर्म परिवर्तन नहीं है ना? नहीं है. ओ हाँ मैं हाँ सिस्टर मन के खाना बनाए के वाला में मैं भेजे हूँ. വിഷയത്തിൽ കേരള ബിജെപിയുടെ നിലപാട് തെറ്റെന്നും രാജീവ് ചന്ദ്രശേഖർ കന്യാസ്ത്രീകളെ സ്വീകരിക്കാൻ എത്തിയത് ശരിയായില്ല എന്നും बजरंग दल नेताവ് ജ്യോതി ശർമ്മ 24-നോട് പറഞ്ഞു. वो सही की आपको ऐसा लग रहा है वो सही की? मेरे हिसाब से तो केरला बीजेपी बिल्कुल मेरे हिसाब से तो एकदम सरासर गलत है. हिंदू समाज का पूरा सपोर्ट है हमारे लिए. കേസ് NIAക്ക് വിടുന്നതിനായി പാലിക്കേണ്ട നടപടിക്രമങ്ങൾ ഒന്നും പാലിക്കപ്പെട്ടിട്ടില്ല. മനുഷ്യക്കടത്ത് നടന്നിട്ടില്ലെന്ന് പെൺകുട്ടികളും അവരുടെ രക്ഷിതാക്കളും സത്യവാങ്മൂലം നൽകിയ സാഹചര്യത്തിൽ പ്രാഥമികമായ തെളിവുകൾ പോലും കേസിലില്ല. എന്നിട്ടും പന്ത് NIA കോർട്ടിലേക്ക് എത്തിക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് നടന്നത്. ന്യൂസ് ഡെസ്ക് 24. ജയിൽ മോചിതരായെങ്കിലും കന്യാസ്ത്രീകൾക്കെതിരെ ഗുരുതര വകുപ്പുകൾ ചുമത്തിയുള്ള കേസുകളിൽ ആശങ്ക ബാക്കി. കേസ് റദ്ദാക്കാൻ ഇനിയും കോടതി കയറിയിറങ്ങേണ്ടി വരുമെന്നതാണ് മുന്നിലെ പ്രതിസന്ധി. കന്യാസ്ത്രീകൾക്കെതിരായ നടപടിയിൽ കേന്ദ്രത്തിനും BJPക്കുമെതിരെ വിമർശനം തുടരുകയാണ് കത്തോലിക്കാ സഭ. കേസുമായി ബന്ധപ്പെട്ട BJP ഇടപെടലിൽ വിമർശനവുമായി സംഘപരിവാർ മതാചാര്യൻ സ്വാമി ചിദാനന്ദപുരി രംഗത്തെത്തി. കന്യാസ്ത്രീകൾക്കുള്ള ജാമ്യം താത്കാലിക ആശ്വാസം മാത്രമെന്ന് കുടുംബവും സഭയും പറയുന്നു. കേസ് റദ്ദാക്കിയാലേ സമാധാനമാകൂവെന്ന് കുടുംബാംഗങ്ങൾ. ഒരു തെറ്റും ചെയ്യാത്തവര് NIA കോടതിയൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എത്ര വലിയ തെറ്റ് ചെയ്തവരും രാജ്യദ്രോഹവും തീവ്രവാദികളൊക്കെ പോകുന്ന ഒരു കോടതിയാണ്. ആ ഒരു കോടതിയിലേക്കാണ് നമ്മുടെ ചേച്ചിമാരെ സിസ്റ്റേഴ്സിനെ വലിച്ചഴച്ചത്. കന്യാസ്ത്രീകൾക്കെതിരായ നടപടിയിൽ ഇരിങ്ങാലക്കുട രൂപതയിൽ ഇടയലേഖനം വായിച്ചു. കന്യാസ്ത്രീകളുടെ മോചനത്തിൽ കേന്ദ്ര സർക്കാരോ ഛത്തീസ്ഗഡ് സർക്കാരോ ഇടപെടലുകൾ നടത്തിയിട്ടില്ലെന്നാണ് വിമർശനം. ബജ്രംഗ് സംഘപരിവാർ തുടങ്ങിയിട്ടുള്ള മത രാഷ്ട്രീയ തീവ്രവാദ സംഘടനകളുടെ പേരിൽ TTEയുടെ പേരിൽ പരസ്യ വിചാരണ ചെയ്തവരുടെ പേരിൽ കേസ് ചാർജ് ചെയ്യേണ്ടത് സഭ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. വിവിധ രൂപതകളുടെ നേതൃത്വത്തിൽ ഇന്നും പ്രതിഷേധ പ്രകടനങ്ങളുണ്ടായി. കേന്ദ്ര സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് കത്തോലിക്കാ സഭാ മുഖപത്രം ദീപിക രംഗത്തെത്തി. അതേസമയം വിഷയത്തിൽ BJP നേതൃത്വത്തെ വിമർശിച്ച് കുളത്തൂർ അദ്വൈതാശ്രമ മഠാധിപതി സ്വാമി ചിദാനന്ദപുരി രംഗത്തെത്തി. കുറ്റവാളി ആരെന്ന് ഇനി രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ തീരുമാനിക്കും എന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റ്. 24 കൊച്ചി. സിനിമാ കോൺക്ലേവിൽ വിവാദ പരാമർശവുമായി സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ. സ്ത്രീകളായതുകൊണ്ട് മാത്രം സിനിമയിൽ അവസരം നൽകരുത്, പട്ടികജാതി വിഭാഗത്തിൽ നിന്ന് വരുന്നവർക്ക് സിനിമാ നിർമ്മാണത്തിന് പരിശീലനം നൽകണമെന്നും പ്രസംഗത്തിൽ പറയുന്നു. സദസ്സിൽ അടൂർ ഗോപാലകൃഷ്ണനെതിരെ പ്രതിഷേധമുയർന്നു. ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനിൽ നിന്ന് പണം വാങ്ങി പടമെടുത്തവർക്ക് എല്ലാം കംപ്ലൈൻ്റാണ്. അവർ വിചാരിച്ചിരിക്കുന്നത് ഈ പണം അവരിങ്ങനെ എടുത്തൊരു ദിവസം തരും കൊടുത്തു നമുക്ക് കൊണ്ടുപോയി പടമെടുക്കാമെന്ന്. അങ്ങനെയല്ല, അത് പറഞ്ഞ് മനസ്സിലാക്കണം അവരെ. ഇത് പബ്ലിക് ഫണ്ടാണ്, ജനങ്ങളുടെ നിന്ന് കരം പിടിച്ച പണമാണ് ഇത്തിരി ചിലവാക്കുന്നത്. മറ്റ് ഒരുപാട് പ്രധാനപ്പെട്ട വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്, അതിനൊക്കെ വേണ്ടി ചിലവാക്കാനുണ്ട്. ഇത് കൊമേഴ്ഷ്യൽ ഫിലിം എടുക്കാനുള്ള കാശല്ല, കൃത്യമായിട്ട് നല്ല സിനിമ എടുക്കാനുള്ള മുടക്കലാകാവും. ഒരു സ്ത്രീ ആയിരുന്നതുകൊണ്ട് മാത്രം സിനിമ എടുപ്പിക്കാൻ പണം കൊടുക്കരുത്. ഈ സ്ത്രീ ആയാലും അവർക്കും കൊടുക്കണം ഈ പരിശീലനം. വളരെ പ്രധാനമാണ്. സ്ത്രീ സംവിധായകർ നമുക്ക് വേണം. നമുക്ക് 1-2 പേരുണ്ട്, അവർ നല്ല മിടുക്കരാണ്. പക്ഷേ അതുപോലെയുള്ള പുതിയ ആളുകൾ വരണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഇതിൻ്റെ എല്ലാ പ്രയാസങ്ങളും അറിഞ്ഞ് വേണം പടമെടുക്കാൻ. സലിം മാലിക്കാണ് വിശദാംശങ്ങളുമായി ഇപ്പോൾ ചേരുന്നത്. സലിം, എന്തായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം? അനുജ, നമ്മളിപ്പോൾ കേട്ടതുപോലെ അദ്ദേഹം ഈ സ്ത്രീകളായതുകൊണ്ട് മാത്രം സിനിമ എടുക്കാൻ പണം നൽകരുത് എന്നൊരു വലിയ വിമർശനമാണ് ഉയർത്തിയത്. സർക്കാരിന്റെ ഫണ്ടിൽ നിന്നും സിനിമ നിർമ്മിക്കാൻ ഇറങ്ങുന്നവർക്ക് 3 മാസത്തെയെങ്കിലും ഇന്റൻസീവ് ട്രെയിനിങ് നൽകണം. സർക്കാരിന്റെ പണം എന്നതിനപ്പുറത്തേക്ക് അത് നികുതി പണമാണ്. അതുകൊണ്ട് തന്നെ 1.5 കോടി രൂപയൊക്കെയാണ് സിനിമ നിർമ്മിക്കാനായി നൽകുന്നത്. ഈ തുക 3 പേർക്കായി നൽകണം.
സർക്കാർ നൽകുന്ന തുക വാണിജ്യ സിനിമ എടുക്കാനുള്ളതല്ല. വ്യക്തമായ പരിശീലനമില്ലാതെ സിനിമ എടുത്താൽ ആ പണം നഷ്ടമാകും എന്നതുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ അതല്ലെങ്കിൽ വിമർശനങ്ങളാണ് അടൂർ ഗോപാലകൃഷ്ണൻ ഉയർത്തിയത്. ആ വിമർശനം ഉയർന്ന അതേ പശ്ചാത്തലത്തിൽ തന്നെ സദസ്സിൽ നിന്നൊരു എതിർശബ്ദം ഉയർന്നു. പ്രതിഷേധ സ്വരമായിരുന്നു അത്. അതിനുശേഷം അടൂർ ഗോപാലകൃഷ്ണൻ തന്നെ അവരോട് പ്രതിഷേധം എന്താണെന്ന് അറിയിക്കാൻ മൈക്കുണ്ടോ എന്ന് ചോദിച്ചു. പക്ഷേ അതിനുശേഷം പിന്നീട് സംഘാടകർ തന്നെ അടൂർ ഗോപാലകൃഷ്ണനോട് പ്രസംഗിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നൊരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അതിന് പിന്നാലെ തന്നെ ആ വിഷയത്തിൽ വേദിയിൽ തന്നെ ചില മറുപടികൾ ഉണ്ടായി. അതിൽ തൊട്ടു പിന്നാലെ പ്രസംഗിച്ച ശ്രീകുമാരൻ തമ്പിയാണ് അടൂർ ഗോപാലകൃഷ്ണന്റെ ആ പരാമർശത്തിൽ വിമർശനം ഉന്നയിച്ചത്. താൻ വ്യവസായ സിനിമയുടെ ആളാണ്, താൻ സിനിമ പഠിച്ചത്, സിനിമ നിർമ്മിച്ചുകൊണ്ടാണ് സിനിമ പഠിച്ചത് എന്ന് പറയുന്നു. പാട്ടെഴുതിയ പണവും സംവിധാനം ചെയ്ത പണവും സിനിമയ്ക്ക് തന്നെ നൽകുകയായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. അതിനുശേഷം മന്ത്രിയും ആ വിഷയത്തിൽ മറുപടിയുമായി രംഗത്തെത്തി. കൂടുതൽ സിനിമകൾക്ക് കൂടുതൽ പണം നൽകണം, അതൊരു തെറ്റായ കാര്യമായി താൻ കാണുന്നില്ല എന്നുള്ളതായിരുന്നു മന്ത്രിയുടെ മറുപടി. നല്ല പ്രോത്സാഹനം മലയാള സിനിമയ്ക്ക് കൊടുത്ത് വരുമാനം വർദ്ധിപ്പിക്കാൻ കഴിയും, ഇപ്പോൾ കൊടുക്കുന്നത് പോരാ എന്നുള്ളതാണ് തന്റെ അഭിപ്രായം എന്നുള്ളതാണ് സജി ചെറിയാൻ ആ വിഷയത്തിൽ മറുപടിയായി പറഞ്ഞത്. അങ്ങനെ ഈ വേദിയിൽ തന്നെ ആ വിഷയത്തിൽ അടൂർ ഗോപാലകൃഷ്ണന്റെ പരാമർശത്തിൽ വേദിയിൽ തന്നെ വിമർശനങ്ങൾ ഉണ്ടാവുകയും എതിർസ്വരങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. അതിനൊപ്പം സദസ്സിൽ നിന്നും പ്രതിഷേധമുയർന്നു. അത് മാത്രമല്ല, മറ്റു ചില വിവാദ പരാമർശങ്ങൾ കൂടി അടൂർ ഗോപാലകൃഷ്ണന്റെ ഭാഗത്തു നിന്നുണ്ടായി. അത് IFFKയുമായി ബന്ധപ്പെട്ട് IFFKയിൽ രജിസ്ട്രേഷൻ തുക വർദ്ധിപ്പിക്കണം എന്നുള്ള ഒരു ആവശ്യം ഉന്നയിച്ചു. ഒപ്പം തന്നെ ഈ ഉള്ളൊഴുക്ക് സിനിമയ്ക്ക് അവാർഡ് നൽകാത്തതിനെ സംസ്ഥാന സർക്കാർ അവാർഡ് നൽകാത്തതിനെയും അടൂർ ഗോപാലകൃഷ്ണൻ വിമർശിച്ചു. വനിജ, അതാണ് ഇതിപ്പോൾ ഉണ്ടായത്. സിനിമാ കോൺക്ലേവ് വേദിയിലായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം. ഇതിനിപ്പോൾ മറുപടിയുമായി മന്ത്രി സജി ചെറിയാനും രംഗത്തെത്തിയിട്ടുണ്ട്. ആലപ്പുഴ ചേർത്തലയിൽ ദുരൂഹതയെത്തി തിരോധാന കേസുകൾ. 5 വർഷം മുൻപ് ചേർത്തലയിൽ നിന്ന് സിന്ധു എന്ന വീട്ടമ്മയെ കാണാതായ സംഭവവും ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. സെബാസ്റ്റ്യൻ എന്നയാൾ പ്രതിയായ മറ്റ് തിരോധാന കേസുകൾക്ക് സിന്ധു തിരോധാനവുമായി സാമ്യമുണ്ട് എന്ന നിഗമനത്തിലാണ് പോലീസ്. സെബാസ്റ്റ്യന് സഹായിയായി ഒരു സ്ത്രീ ഉണ്ടെന്ന് കാണാതായ ഐഷയുടെ ബന്ധു വെളിപ്പെടുത്തി. 2020 ഒക്ടോബർ 19 ചേർത്തല വള്ളാകുന്നം സ്വദേശിനി സിന്ധുവിനെ കാണാതാകുന്നത്. മൊബൈൽ ഫോൺ വീട്ടിൽ വെച്ച ശേഷം ക്ഷേത്ര ദർശനത്തിനെന്ന് പറഞ്ഞു പോയ സിന്ധു തിരിച്ചു വന്നില്ല. അർത്തുങ്കൽ പോലീസ് അന്വേഷണം നടത്തിയെങ്കിലും കണ്ടെത്താനാകാതെ 2023 അന്വേഷണം അവസാനിപ്പിച്ചു. ഈ കേസിലാണ് പുനരന്വേഷണം. സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് ഇതുവരെ കാണാതായ സ്ത്രീകളുടെ സമാന പശ്ചാത്തലമാണ് സിന്ധുവിന്റേതും. ഇതോടെയാണ് ഈ കേസിലും സെബാസ്റ്റ്യന് പങ്കുണ്ടോ എന്ന് അന്വേഷണം. അതിനിടെ തിരോധാന കേസുകളിൽ സെബാസ്റ്റ്യന് സഹായികളുണ്ടെന്ന വെളിപ്പെടുത്തലുമായി കാണാതായ ഐഷയുടെ സഹോദരപുത്രൻ ഹുസൈൻ രംഗത്തെത്തി. ഒരു സ്ത്രീയാണ് സെബാസ്റ്റ്യന്റെ പങ്കാളിയെന്ന കുടുംബം അന്വേഷണ സംഘത്തിന് മൊഴി നൽകി. ഇതിനകത്ത് ദുരൂഹതയുണ്ട്. ദുരൂഹത ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ ആള് വീട്ടിൽ ആഹാരം വെച്ചിട്ട് പോയ ആള് പെട്ടെന്ന് മിസ്സിംഗ് ആകുന്നു. സെബാസ്റ്റ്യൻ അവിടെ വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഈ റൂട്ട് നടക്കുന്നതാണ്. സെബാസ്റ്റ്യൻ വരുന്നുണ്ട്, സെബാസ്റ്റ്യൻ അവിടെ ബന്ധമുണ്ട്. പക്ഷേ ഐഷയായിട്ട് ബന്ധം, ഏറ്റവും കൂടുതൽ ബന്ധമെന്ന് പറയുന്നത് വസ്തുതാർഹമാണ്. ഐഷയായിട്ട് ബന്ധമില്ല, ബന്ധമുള്ള ആൾക്കാരാണ് ഈ ഐഷയെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. സെബാസ്റ്റ്യന്റെ വീട്ടിൽ നാളെ ക്രൈംബ്രാഞ്ച് പരിശോധന നടത്തും. സെബാസ്റ്റ്യന്റെ സാന്നിധ്യത്തിലാവും പരിശോധന. വീടിനുള്ളിലോ പുറത്തോ മൃതദേഹാവശിഷ്ടങ്ങൾ കുഴിച്ചിട്ടതായുള്ള സംശയം അന്വേഷണ സംഘത്തിനുണ്ട്. 24 ആലപ്പുഴ. SKN40 രണ്ടാം ഘട്ടം ജ്യോതിർഗമയയ്ക്ക് തുടക്കം. SKN40 രണ്ടാം ഘട്ടമായി ജ്യോതിർഗമയയ്ക്ക് പ്രൗഢഗംഭീര തുടക്കം. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. എക്സൈസ് മന്ത്രി MB രാജേഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ചടങ്ങിന് ആശംസ നേർന്നു. ലഹരി മാഫിയയുടെ പിടിയിൽ നിന്ന് കേരളത്തെ മോചിപ്പിക്കുക എന്നതാണ് 1 വർഷം നീളുന്ന പ്രചാരണ പരിപാടിയിലൂടെ ലക്ഷ്യമിടുന്നത്. ജ്യോതിർഗമയ ആരംഭിക്കുകയാണ്. നിങ്ങൾക്കറിയാം, ഇത് SKN40 രണ്ടാം ഘട്ടമാണ്. ആദ്യഘട്ടത്തിൽ നമ്മൾ 30 ദിവസങ്ങളിലൂടെ കേരളത്തിലുടനീളം യാത്ര ചെയ്തു. അന്ന് കണ്ട പല കാര്യങ്ങളും നമ്മളെ നടുക്കി. നമ്മൾ പലതും ജനങ്ങളോട് തുറന്നു പറഞ്ഞു. ഏറ്റവും അവസാനത്തെ MDMA-കാരനും രാസലഹരിക്കാരനും കേരളം വിട്ടുപോകാനുള്ള നമ്മുടെ യജ്ഞം തുടരുകയാണ്. നിങ്ങൾക്കറിയുന്ന പോലെ ഇന്ത്യൻ മീഡിയ കണ്ട ഏറ്റവും വലിയ ബോധവൽക്കരണ യജ്ഞത്തിന് നമ്മളിന്നിവിടെ തുടക്കമിടുകയാണ്. വിദ്യാലയങ്ങളിലും കോളേജുകളിലും വിപുലമായ ബോധവൽക്കരണ പരിപാടികളാണ് SKN40 രണ്ടാം ഘട്ടമായ ജ്യോതിർഗമയയുടെ ഭാഗമായി 24 സംഘടിപ്പിക്കുന്നത്. പ്രചാരണ പരിപാടിക്ക് തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ തുടക്കമായി. ശ്രീകണ്ഠൻ നായർ ഫ്ലവേഴ്സ് ചാനലിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവിൻ്റെ നേതൃത്വത്തിൽ കേരളം ഒട്ടാകെ ഈ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് നടത്തിയ
യാത്രയുടെ ഭാഗമായി രണ്ടാം ഘട്ട യാത്ര ഇവിടെ നിന്ന് ആരംഭിക്കുകയാണ്. എന്ന് മാത്രമല്ല, ഒരു ടെലിവിഷൻ ചാനൽ എന്നുള്ള നിലയിൽ ഈ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഏറ്റെടുത്തത് ന്യൂസ് 24 എന്ന് പറഞ്ഞ ചാനൽ മാത്രമാണ് എന്നുള്ള കാര്യം ഞാനിവിടെ സൂചിപ്പിക്കുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. മന്ത്രി എം പി രാജേഷ് അധ്യക്ഷനായിരുന്നു. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ജ്യോതിർഗമയയ്ക്ക് ആശംസ നേർന്നു. 24-ൽ രാവിലെ 11-ന് തുടങ്ങിയ ജ്യോതിർഗമയയിൽ വിവിധ കലാപരിപാടികളും കുട്ടികളുടെ സിംപോസിയവും നടന്നു. സംസ്ഥാനത്തെ 1001 സ്കൂളുകളിലും കോളേജുകളിലുമായി 1 വർഷം നീളുന്ന പരിപാടികളോടെയാണ് ജ്യോതിർഗമയ സംഘടിപ്പിക്കപ്പെടുന്നത്. അറിവാണ് ലഹരി എന്ന് കേരളത്തെ പഠിപ്പിച്ച മഹാഗുരു പ്രൊഫസർ എം കെ സാനുവിന് പ്രണാമമർപ്പിച്ചുകൊണ്ടാണ് ജ്യോതിർഗമയയ്ക്ക് തുടക്കം കുറിച്ചത്. ലഹരിയിൽ നിന്ന് മുക്തി നേടിയവർ അടക്കമുള്ളവർ പരിപാടിയിൽ അനുഭവങ്ങൾ പങ്കുവച്ചു. ന്യൂസ് ഡെസ്ക് 24. തിരികെ വാർത്താസന്ധിയിലേക്ക്. സാനുമാഷിനി ദീപ്തസ്മരണ. കേരളത്തിന്റെ സാംസ്കാരിക ലോകത്ത് പ്രൊഫസർ എം കെ സാനുമാഷിനി തിളക്കമേറിയ നക്ഷത്രം. വൈകിട്ട് എറണാകുളം രവിപുരം ശ്മശാനത്തിലായിരുന്നു ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ നിരവധി പേർ പ്രൊഫസർ എം കെ സാനുവിന് ആദരമർപ്പിച്ചു. അറിവിന്റെ കടലാഴമായിരുന്ന പ്രൊഫസർ എം കെ സാനുമാഷിന് കേരളം വിട നൽകി. മലയാള സാംസ്കാരിക ജീവിതത്തിലെ സൗമ്യദീപ്തം ഇനി അസ്തമിക്കാത്ത വഴിവെളിച്ചം. എറണാകുളം രവിപുരം ശ്മശാനത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാരം. എറണാകുളം കാരിക്കാമുറിയിലെ വസതിയായ സന്ധ്യയിലും ടൗൺ ഹാളിലും നിരവധി പേരാണ് പ്രിയപ്പെട്ട സാനുമാഷിന് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി എത്തിയത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, മന്ത്രിമാർ, നേതാക്കൾ, ഫ്ലവേഴ്സ് ചെയർമാൻ ഗോകുലം ഗോപാലൻ, ഗോവ മുൻ ഗവർണർ PS ശ്രീധരൻപിള്ള, 24-നു വേണ്ടി PP ജെയിംസ്, അനുജ രാജേഷ് തുടങ്ങിയവരും സാനുമാഷിന് അന്ത്യാഞ്ജലി അർപ്പിച്ചു. ഇന്നലെ വൈകിട്ട് കൊച്ചിയിലെ അമൃത ആശുപത്രിയിലായിരുന്നു പ്രൊഫസർ എം കെ സാനുവിന്റെ വിയോഗം. അധ്യാപകൻ, നിരൂപകൻ, എഴുത്തുകാരൻ, പ്രഭാഷകൻ, ജനപ്രതിനിധി തുടങ്ങി 8 പതിറ്റാണ്ടിലേറെ നിറഞ്ഞുനിന്ന ജീവിതമായിരുന്നു എം കെ സാനുവിന്റേത്. 24 കൊച്ചി. ഇന്നത്തെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക്. ലഹരി പരിശോധനയ്ക്കിടെ പോലീസിനെ ആക്രമിച്ച കേസിൽ പിടിയിലായ യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി PK ഫിറോസിന്റെ സഹോദരൻ PK ബുജൈറിനെ 2 ആഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തു. സംഭവത്തിൽ സഹോദരൻ തെറ്റുകാരനെങ്കിൽ ശിക്ഷിക്കപ്പെടണമെന്ന് PK ഫിറോസ് പറഞ്ഞു. PK ബുജൈറും കഞ്ചാവ് കേസിലെ പ്രതി റിയാസും തമ്മിലെ ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട ചാറ്റുകൾ പോലീസ് കണ്ടെടുത്തു. കഴിഞ്ഞ ദിവസം വൈകിട്ട് കോഴിക്കോട് കുന്നമംഗലം ചൂലാംവയൽ ബസ് സ്റ്റോപ്പിന് സമീപത്ത് വെച്ചാണ് PK ബുജൈറിനെ പോലീസ് പിടികൂടിയത്. ലഹരി വിൽപ്പന നടത്തുന്നുവെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലെ വാഹന പരിശോധനയ്ക്കിടെ പ്രകോപിതനായ ബുജൈർ സിവിൽ പോലീസ് ഓഫീസർ അജീഷിനെ മർദ്ദിക്കുകയായിരുന്നു. പോലീസിനെ ആക്രമിച്ചതിനും കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനുമാണ് കേസ്. PK ബുജൈറും കഞ്ചാവ് കേസിലെ പ്രതി റിയാസും തമ്മിലെ ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട ചാറ്റുകൾ പോലീസ് കണ്ടെടുത്തു. ബുജൈറിന്റെ വാഹനത്തിൽ നിന്ന് കഞ്ചാവ് പൊതിയുന്ന കടലാസും അനുബന്ധ സാമഗ്രികളും പിടികൂടി. സഹോദരനെ സംരക്ഷിക്കില്ലെന്ന് PK ഫിറോസിന്റെ വിശദീകരണം. CPM പ്രവർത്തകനായ റിയാസ് തൊടുകയിലാണ് ലഹരി ഇടപാട് നടത്തിയതെന്ന് പോലീസ് പറയുന്നു. അയാൾ ഇന്നലെ തന്നെ അദ്ദേഹത്തെ പോലീസ് വിട്ടയക്കുന്നു. CPMന്റെ ലോക്കൽ കമ്മിറ്റി നേതാക്കൾ മുതലുള്ള നേതാക്കന്മാരാണ് അദ്ദേഹത്തെ സ്റ്റേഷനിൽ നിന്ന് ഇറക്കിക്കൊണ്ടുപോകുന്നത്. അപ്പോൾ അദ്ദേഹവുമായി എൻ്റെ സഹോദരൻ വാട്സപ്പ് ചാറ്റ് നടത്തി എന്നുള്ളതാണ് പോലീസിൻ്റെ ആക്ഷേപം. എന്നാൽ എൻ്റെ സഹോദരനെ കാണാൻ വേണ്ടിയോ അദ്ദേഹത്തിന് സ്റ്റേഷനിൽ ഇറക്കിക്കൊണ്ടുപോകാനോ ഒരു ലീഗ് പ്രവർത്തകനും കുന്നമംഗലം പോലീസ് സ്റ്റേഷനിൽ പോയിട്ടില്ല. നിങ്ങൾക്കത് അന്വേഷിക്കാം. PK ഫിറോസിനെതിരെ ബിനീഷ് കോടിയേരും KT ജലീലും ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തിയിരുന്നു. PK ബുജൈറിനെ 2 ആഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തു. കുന്നമംഗലം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് നടപടി. 24 കോഴിക്കോട്. സർവകലാശാലകളിലെ സ്ഥിരം VC നിയമനത്തിൽ സമവായ നീക്കവുമായി സർക്കാർ. ഗവർണറുമായി മന്ത്രിമാരായ
പി രാജീവും ഡോക്ടർ ആർ ബിന്ദുവും കൂടിക്കാഴ്ച നടത്തി. ചർച്ചകൾ പോസിറ്റീവ് എന്ന് മന്ത്രി പി രാജീവ് പ്രതികരിച്ചു. അതിനിടെ സാങ്കേതിക സർവകലാശാലയുടെ പ്രവർത്തനം അതീവ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. VC നിയമനങ്ങളിലെ പ്രതിസന്ധി മറികടക്കാനാണ് മന്ത്രിമാർ ഗവർണറെ കണ്ടത്. താൽക്കാലിക VC നിയമനങ്ങളിൽ സുപ്രീം കോടതി വിധി ഗവർണർ മറികടന്നെന്ന് മന്ത്രിമാർ അറിയിച്ചു. യഥാർത്ഥത്തിൽ സുപ്രീം കോടതി വിധി വരുന്നതിന് മുമ്പ് ചാൻസലറും ഗവൺമെന്റും തമ്മിലുള്ള ചർച്ചകൾ ആരംഭിച്ചിരുന്നു. ആ ചർച്ചകൾക്കിടയിലാണ് ആ വിധി വന്നത്. അത് കുറെ കൂടി ആധികാരികത ഇത്തരം ചർച്ചകൾക്ക് ഉണ്ടായിട്ടുണ്ട്. സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് താൽക്കാലിക VC നിയമനമെന്നായിരുന്നു ഗവർണറുടെ മറുപടി. കേരള സർവകലാശാല ഉൾപ്പെടെ വിവിധ സർവകലാശാലകളിലെ പ്രതിസന്ധി പരിഹരിക്കണമെന്ന് മന്ത്രിമാർ ആവശ്യപ്പെട്ടു. അതിനിടെ സംസ്ഥാന സർവകലാശാലകളിലെ ഭരണ പ്രതിസന്ധി ഗുരുതരമാവുകയാണ്. കേരള സർവകലാശാലയിൽ സിൻഡിക്കേറ്റ് അംഗങ്ങൾ പറയുന്നത് കേൾക്കരുതെന്നാണ് ജീവനക്കാർക്ക് വൈസ് ചാൻസലറുടെ നിർദ്ദേശം. സാങ്കേതിക സർവകലാശാലയിൽ വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റ് അച്ചടിക്കാനോ തപാൽ വഴി അയക്കാനോ പണമില്ലെന്ന് ജീവനക്കാർ പറയുന്നു. നിരവധി സാമ്പത്തിക പ്രശ്നങ്ങൾ. ഒന്ന്, ക്ലൗഡ് മാനേജ്മെൻറ്റ് 3 മാസത്തെ ബില്ല് കൊടുത്തിട്ടില്ല. പിന്നെ ഒരു മാസം ഏകദേശം 86 ലക്ഷം രൂപ കൊടുത്ത് നമ്മുടെ സോഫ്റ്റ്വെയർ സൈഡ് മെയിൻറ്റെയിൻ ചെയ്യാനുണ്ട്. അതിൻ്റെ കാശും ബ്ലോക്കായിരിക്കുകയാണ്. പിന്നെ ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി, ഏഷ്യാനെറ്റ്, കെ-ഫോൺ, BSNL ഈ 3 സർവീസ് പ്രൊവൈഡേഴ്സിൻ്റെ കാശും മുടങ്ങിയിരിക്കണം. മൊത്തത്തിൽ യൂണിവേഴ്സിറ്റി ഒരു സ്തംഭനാവസ്ഥയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. സിൻഡിക്കേറ്റ് യോഗം ചേർന്നാലേ ശമ്പളത്തിനടക്കം ബജറ്റ് വിഹിതം അനുവദിക്കാൻ കഴിയൂ. അധികാര തർക്കത്തെ തുടർന്ന് സിൻഡിക്കേറ്റ് യോഗം ചേരാത്തതാണ് സാങ്കേതിക സർവകലാശാലയിലെ പ്രതിസന്ധിക്ക് കാരണം. പ്രതിസന്ധി രൂക്ഷമായിട്ടും ഇടപെടാൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയോ ചാൻസലറോ ഇതുവരെ തയ്യാറായിട്ടുമില്ല. ഇത് ബാധിക്കുന്നത് വിദ്യാർത്ഥികളെയാണ്. ഉമേഷ് ബാലകൃഷ്ണൻ, 24, തിരുവനന്തപുരം. തിരികെ വാർത്താസന്ധ്യയിലേക്ക്. 24 കണക്റ്റും കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും ചേർന്ന് നിർമ്മിക്കുന്ന 100 വീടുകളിൽ 2 വീടുകൾ കൂടി കൈമാറി. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലാണ് താക്കോൽ ദാനം നടന്നത്. തിരുവനന്തപുരം പുലയനാർ കോട്ടയിലെ വിജയൻ, ജയ ദമ്പതികൾക്കും കൊല്ലം പത്തനാപുരം പട്ടാഴി സ്വദേശി മേഴ്സി ഫ്രാൻസിസിനുമാണ് വീടുകൾ കൈമാറിയത്. തിരുവനന്തപുരം ജില്ലയിലെ 2ാമത്തെ വീടാണ് പുലയനാർകോട്ടയിൽ നിർമ്മാണം പൂർത്തിയായത്. വർഷങ്ങളായി ഒറ്റമുറി വീട്ടിൽ താമസിച്ചിരുന്ന രോഗബാധിതനായ വിജയനും ഭാര്യ ജയയ്ക്കുമാണ് സ്വന്തമായി വീടെന്ന സ്വപ്നം സഫലമായത്. അത്രയുള്ള സന്തോഷം കൊണ്ട് നല്ലൊരു വീടായി. ഒരു വീടെന്നുള്ളൊരു സ്വപ്നം എല്ലാവർക്കും ഉണ്ട്. അതുപോലെ നമുക്കും ഉണ്ടായിരുന്നു. ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും 24നോടും അതിലേറെ നന്ദി നമുക്കുണ്ട്. 24 കണക്ട് റീജിയണൽ കോർഡിനേറ്റർ സന്തോഷ് ശിവദാസ്, തിരുവനന്തപുരം താലൂക്ക് കോർഡിനേറ്റർ സാജൻ വെള്ളൂർ തുടങ്ങിയവർ ചേർന്ന് വീടിന്റെ താക്കോൽ കൈമാറി. തിരുവനന്തപുരത്ത് 5 വീടുകളുടെ പണി ഇനിയും നടന്നുകൊണ്ടിരിക്കുകയാണ്. 24 കണക്റ്റും ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും ശ്രമിച്ചതിൽ പ്രത്യേകമായ അഭിനന്ദനം അർഹിക്കുകയും ഈശ്വര അനുഗ്രഹത്തിൻ്റെ ഒരു വലിയ നിറവായി മാറുകയും ചെയ്യട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. കൊല്ലത്ത് നിർമ്മിച്ച 5ാമത്തെ വീടാണ് കൈമാറിയത്. 2 പെൺകുട്ടികളുമായി 20 വർഷമായി വാടകയ്ക്ക് താമസിക്കുകയായിരുന്ന പത്തനാപുരം പട്ടാഴി സ്വദേശി മേഴ്സി ഫ്രാൻസിസിനാണ് വീടൊരുങ്ങിയത്. 24 കൊല്ലം പ്രതിനിധി ആർ അരുൺരാജ് താക്കോൽ ദാനം നിർവഹിച്ചു. കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും 24 കണക്റ്റും ചേർന്ന് ഭവന പദ്ധതിയിൽ ഞാൻ എൻ്റെ കുടുംബത്തെ ഉൾപ്പെടുത്തിയതിന് പ്രത്യേകം നന്ദി പറയുന്നു. പിന്നെ ഈ വീട് വെക്കാനുള്ള സ്ഥലം തന്നത് സജി മാളസ് എന്ന് പറയുന്ന സഹിച്ചാനാണ്. 24 കണക്ട് റീജിയണൽ കോർഡിനേറ്റർ മനോജ് മാവേലിക്കര, 24 ഫാമിലി ക്ലബ്ബ് കോഓർഡിനേറ്റർ നൌഷാദ് റാവുത്തർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. 24 കണക്റ്റും ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ ചേർന്ന് കൊല്ലത്ത് 12 വീടുകളാണ് നിർമ്മിച്ചു നൽകുന്നത്. ന്യൂസ് ഡെസ്ക് 24. ഇനി ഇപ്പോഴത്തെ കാലാവസ്ഥ. വാർത്താസന്ധ്യ അവസാനിക്കുകയാണ്. ഇനി പൊതുജനം കഴുതയല്ല സർ, ഡോക്ടർ ഉന്മേഷ് ശിവരാമനൊപ്പം. നമസ്കാരം.